ഹാരിസൺ പ്ലാന്റേഷനിലെ കീഴിലെ മുഴുവൻ തോട്ടങ്ങളിലും 25 മുതൽ തൊഴിലാളികൾ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിക്കും. ലേബർ കമ്മീഷണറുടെ മധ്യസ്ഥതയിൽ നടത്തിയ ചർച്ച പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് തീരുമാനം. 20% ബോണസ് വേണമെന്ന ആവശ്യത്തിൽ തൊഴിലാളികളും ബോണസ് കൂട്ടി നൽകാനാവില്ലെന്ന മാനേജ്മെന്റ് പ്രതിനിധികളും നിലപാടെടുത്തതോടെ ചർച്ച പരാജയപ്പെടുകയായിരുന്നു. 20% ബോണസ് വേണമെന്ന ആവശ്യമുയർത്തി ഹാരിസൺ പ്ലാന്റേഷന് കീഴിലെ തൊഴിലാളികൾ പണിമുടക്ക് സമരം നടത്തിവന്ന പശ്ചാത്തലത്തിലായിരുന്നു ഒത്തുതീർപ്പ് ചർച്ച. ലേബർ കമ്മീഷണർ കെ ബിജുവിന്റെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിൽ മാനേജ്മെന്റും തൊഴിലാളികളും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. 20% ബോണസ് വേണമെന്ന ആവശ്യത്തിൽ തൊഴിലാളികൾ ഉറച്ചുനിന്നു. എന്നാൽ കമ്പനി നഷ്ടത്തിലാണെന്നും ബോണസ് കൂട്ടി നൽകാനാവില്ലെന്നുമായിരുന്നു ഹാരിസൺ പ്ലാന്റേഷൻ പ്രതിനിധികളുടെ നിലപാട്. ചർച്ച പരാജയപ്പെട്ട സാഹചര്യത്തിൽ വെള്ളിയാഴ്ച മുതൽ ഹാരിസന്റെ മുഴുവൻ തോട്ടങ്ങളിലും അനിശ്ചിതകാല പണിമുടക്ക് സമരം ആരംഭിക്കുമെന്ന് സംയുക്ത തൊഴിലാളി യൂണിയൻ ഫെഡറേഷൻ അറിയിച്ചു. 25-ാം തീയതി മുതൽ കേരളത്തിലെ ഹാരിസൺ മലയാളം കമ്പനിയുടെ തോട്ടങ്ങളിൽ, റബ്ബർ തേയില തോട്ടങ്ങളിൽ തൊഴിലാളികൾ പണിമുടക്ക് സമരത്തിലേക്ക് പോകുന്നതാണ് എന്ന തീരുമാനം ഇതിനാൽ അറിയിക്കുന്നു. അതേസമയം കമ്പനി ഉടമകളുമായി ചർച്ച നടത്താൻ ഹാരിസൺ പ്ലാന്റേഷൻസ് പ്രതിനിധികൾ 3 ദിവസത്തെ സമയം ആവശ്യപ്പെട്ടെന്നും പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമങ്ങൾ തുടരുമെന്നും ലേബർ കമ്മീഷണർ വ്യക്തമാക്കി. ഈ 20% ബോണസിന് അവർ 3 ദിവസം സമയം അവർക്ക് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിയുമായിട്ട് ചർച്ച ചെയ്ത് സർക്കാർ തലത്തിൽ അതൊരു തീരുമാനവും കൂടി എടുക്കുന്നതാണ്. സൂര്യനെല്ലി, പന്നിയാർ, ലോക്ക്ഹാർട്ട് എന്നീ എസ്റ്റേറ്റുകളിലെ തൊഴിലാളികളാണ് 9 ദിവസമായി സമരരംഗത്തുള്ളത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.